കേരളത്തിനൊപ്പം വോട്ടെടുപ്പ് നടന്ന തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി സംസ്ഥാനങ്ങളിലും നാളെ ജനവിധി തീരുമാനിക്കപ്പെടും. തമിഴക വെട്ടിക്കഴകത്തിന്റെ വരവോടെ തമിഴ്നാട്ടിൽ പലയിടത്തും ശക്തമായ ത്രികോണ മത്സരം നടന്നു. അതുകൊണ്ട് തന്നെ ഫലം പ്രവചനാതീതമാണ് പല മണ്ഡലങ്ങളിലും. തൃണമൂൽ കോൺഗ്രസിന്റെ അപ്രമാദിത്വം തകർത്ത് BJP ഭരണം പിടിക്കുമെന്ന് എക്സിറ്റ് പോളുകൾ പറയുമ്പോൾ പശ്ചിമബംഗാളിലേക്കാകും ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുക. കൊൽക്കത്തയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനും ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തിയും അസമിലെ കാര്യങ്ങൾ പറയാൻ അച്യുതനും നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. കൊൽക്കത്തയിൽ എങ്ങനെയുണ്ട് ശ്രീനാഥ് ചന്ദ്രൻ കാര്യങ്ങൾ? തൃണമൂലും NDA സഖ്യവും തമ്മിലുള്ള പോര് കടുക്കുവോ? ഞാൻ കൊൽക്കത്തയിൽ നിന്ന് അല്പം മാറി ഇപ്പോൾ ഡയമണ്ട് ഹാർബർ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് തൊട്ടടുത്താണ് ഈ ഡയമണ്ട് ഹാർബർ SP ഓഫീസൊക്കെ ഉള്ളത്. ഇങ്ങോട്ടേക്ക് വരാനുള്ള കാരണം നാളെ 294 ബംഗാൾ നിയമസഭയിലെ അംഗബലം എന്ന് പറയാം. പക്ഷേ 293 ഫലങ്ങൾ മാത്രമേ വരൂ. ഒരു ഫലം നാളെ വരില്ല. അതിന്റെ കാരണം ഈ ഡയമണ്ട് ഹാർബറിലുള്ള ഫാൾട്ട എന്ന നിയമസഭാ മണ്ഡലത്തിൽ അവിടെ റീപോളിംഗ്, വീണ്ടും ഒരിക്കൽ കൂടി ഒരു ഫ്രഷ് പോളിംഗ് നടക്കാൻ വേണ്ടി പോകുന്നു എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഈ ഫാൾട്ടയിൽ 2ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടന്നത്. അവിടെ വലിയ ക്രമസമാധാന പ്രശ്നം കണ്ടതാണ്. അവിടെ ഒരു ബൂത്തിൽ ഈ EVM മെഷീന് മുകളിൽ, ആ ചിഹ്നത്തിന് മുകളിൽ, BJPയുടെ ചിഹ്നത്തിന് മുകളിലുള്ള സ്റ്റിക്കർ ബട്ടണിൽ ഒരു സ്റ്റിക്കർ പതിച്ചു എന്ന ആരോപണം വരുന്നതാണ്. അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതുമാണ്. പിന്നാലെ ഇന്നലെ വലിയ സംഘർഷം ഈ മേഖലയിൽ ഉണ്ടായി. അവിടുത്തെ തൃണമൂലിന്റെ സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാനെതിരെ വലിയ ആരോപണം അവിടുത്തെ ഒരു സംഘം ജനങ്ങൾ ഉന്നയിച്ചു. അവരെ ഭീഷണിപ്പെടുത്തുന്നു, വോട്ട് ചെയ്തില്ലെങ്കിൽ വീട് അടക്കം കത്തിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നതൊക്കെയാണ് ഇന്നലെ ജനങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ. പിന്നീട് കേന്ദ്ര സേനയ്ക്ക് ഇടപെട്ട് അവരെയൊക്കെ ശാന്തരാക്കേണ്ടി വന്നു. ഏതായാലും ഇങ്ങനെ പലവിധമായ ആരോപണങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായ സ്ഥിതിക്ക് അവിടെ ഇപ്പോൾ ഒരു ഫ്രഷ് പോളിംഗ്, വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. 21-ാം തീയതി തെരഞ്ഞെടുപ്പ്, 24-ാം തീയതി വോട്ടെണ്ണൽ നടക്കും. തൃണമൂലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമാണ്. ഈ ഡയമണ്ട് ഹാർബർ ലോക്സഭയിൽ നിന്ന് വിജയിച്ചു പോയത് അഭിഷേക് ബാനർജിയാണ്. 7,10,000 വോട്ടിന്റെ ലീഡിലാണ് അന്ന് അദ്ദേഹം ജയിച്ചു പോയത്. ഡയമണ്ട് ഹാർബർ മോഡൽ എന്നത് ബംഗാളിൽ പറഞ്ഞു കേൾക്കാറുള്ള ഒരു പേരാണ്. ഡയമണ്ട് ഹാർബർ മോഡൽ തകരാൻ പോകുന്നു എന്നതാണ് BJP നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തീരുമാനത്തോടുള്ള പ്രതികരണം നടത്തിയത്. അഭിഷേക് ബാനർജി ആവട്ടെ അങ്ങനെ തകർന്നു പോകുന്നതല്ല, 10 ജന്മം എടുത്താലും നിങ്ങൾക്കോ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അത് സാധ്യമല്ല എന്ന് വാക്കാൽ തിരിച്ചടിക്കുന്നത് നമ്മൾ കണ്ടു. ഏതായാലും സംസ്ഥാനത്ത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു എന്നൊരു സൂചനയാണ് ഉള്ളത്. എക്സിറ്റ് പോളുകൾ BJPക്ക് മേധാവിത്വം ഒരല്പം മേൽക്കൈ പ്രവചിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകാൻ സാധ്യതയില്ല. കഴിഞ്ഞ 2 തവണ 200 മുകളിൽ സീറ്റ് പിടിച്ചതാണ് തൃണമൂൽ കോൺഗ്രസ്. ആ തരത്തിലൊരു വിജയം BJPക്ക് സാധ്യമല്ല എന്നതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന കണക്കെ പ്രചാരണം നടന്നു. അത് തന്നെ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ ആവേശം യഥാർത്ഥത്തിൽ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ്. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പതിവില്ലാത്ത വിധം മമതാ ബാനർജി കളത്തിലിറങ്ങി പരമാവധി മുന്നിൽ നിന്ന് നയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് പോളിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിടത്തേക്ക് നേരിട്ട് പോയി അവിടെ പരിശോധന നടത്തുന്നതും പുറത്ത് വലിയ സംഘർഷം ഉണ്ടാവുന്നതിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. പ്രവർത്തകരോട് മുഴുവൻ സമയവും ഇനി വോട്ടെണ്ണി തീരും വരെ കൗണ്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചെടുത്ത് ആ പരിസരത്ത് ഒക്കെ കൃത്യമായി ഉണ്ടാവണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കൗണ്ടിംഗ് ഏജന്റുമാർക്ക് വേണ്ടി പ്രത്യേക ഒരു യോഗം ഇന്നലെ ഓൺലൈനായി മമതാ ബാനർജി വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മമതാ ബാനർജി കളത്തിലിറങ്ങി പരമാവധിയുള്ള ശ്രമമാണ്, അധികാരം നഷ്ടമാവാതിരിക്കാനുള്ള പരമാവധി ശ്രമം മമതാ ബാനർജി നടത്തുന്നുണ്ട്. മറുവശത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ഒരു അത്ഭുതം കാണിച്ചതാണ്. അതിലും വലിയൊരു അത്ഭുതം കാണിച്ചാൽ ഇത്തവണ അധികാരം പിടിക്കാമെന്നുള്ള ആത്മവിശ്വാസവുമുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.